1 PM ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. കേരളത്തിൽ മദ്യോൽപാദനം വർദ്ധിപ്പിക്കണമെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ്. പ്രാദേശിക എതിർപ്പുകൾ പരിഗണിക്കേണ്ട എന്നും മദ്യം വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാൻ കേരളത്തിന് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. വ്യവസായികൾ കേരളത്തിലേക്ക് വരാൻ മടിക്കുന്നത് ദീർഘകാല മദ്യനയം ഇല്ലാത്തതിനാലാണ് എന്നും എക്സൈസ് മന്ത്രി. LDF മെമ്പർമാരും BJPയുടെ മെമ്പർമാരും കോൺഗ്രസിൻ്റെ മെമ്പർമാരും എല്ലാവരും സജീവമായി ചർച്ചയിൽ പങ്കെടുത്തു. പങ്കെടുത്തിട്ട് ആ പ്രമേയം വോട്ടിനിടുകയാണ് ചെയ്തത്. വോട്ടിനിട്ട് എല്ലാവരും പൂർണ്ണ സമ്മതത്തോടു കൂടിയിട്ട് ആ പ്രമേയം പാസാക്കുകയാണ് ചെയ്തത്. എലപ്പുള്ളിയിൽ ബ്രൂവറി സ്ഥാപിക്കുന്നതിനെതിരെ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഗ്രാമസഭ ചേർന്ന് പ്രമേയം പാസാക്കിയിരുന്നു. ഈ നീക്കത്തെ പരിഹസിച്ചായിരുന്നു മന്ത്രി MP രാജേഷിന്റെ പ്രതികരണം. പഞ്ചായത്ത് പരമാധികാര റിപ്പബ്ലിക് അല്ലെന്നും കുടിവെള്ളത്തിന്റെ കാര്യം നേരത്തെ ചർച്ച ചെയ്തതാണെന്നും മന്ത്രി. സംസ്ഥാനത്ത് തദ്ദേശീയമായ മദ്യനിർമ്മാണം വർദ്ധിപ്പിച്ച് വിദേശത്തേക്ക് ഉൾപ്പെടെ കയറ്റുമതി ചെയ്യും. ഇതിനെതിരെ സ്ഥാപിത താൽപര്യക്കാരുടെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാം. അത് ഭയന്ന് പ്രധാന ചുവടുവെപ്പുകൾ നടത്താതിരിക്കാൻ കഴിയില്ലെന്നും എക്സൈസ് മന്ത്രി. നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളുടെ പ്രത്യേകത കൊണ്ടും ചില യാഥാസ്ഥിതികത്വം മൂലവുമൊക്കെ ഇതിനെ ഒരു ഇൻഡസ്ട്രി എന്ന നിലയിൽ കാണുന്നതിന് ചില തടസ്സങ്ങൾ നിലനിൽക്കുകയാണ്. കേരളത്തിൽ 5 വർഷത്തേക്ക് മദ്യനയം രൂപീകരിക്കുന്നത് ആലോചനയിലാണ്. ഓരോ വർഷവും മദ്യനയം രൂപീകരിക്കുന്നതിനാലാണ് മദ്യനിർമ്മാണ വ്യവസായങ്ങൾ കേരളത്തിലേക്ക് വരാൻ മടിക്കുന്നതെന്നും പാലക്കാട് നടന്ന എക്സൈസ് വകുപ്പിന്റെ സംസ്ഥാന സെമിനാറിൽ പങ്കെടുത്ത മന്ത്രി പറഞ്ഞു. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.